വിട്ടോ അവര് പുറപ്പെട്ടു കഴിഞ്ഞ് വിട്ടോ. വണ്ടി സ്റ്റാർട്ട് ആവണില്ലടോ. ഇതുകൊണ്ട് വർഷാപ്പിക്കളാ പ്ലാനൊക്കെ തെറ്റി. സമയത്തായെന്നറിയോ? വണ്ടി സ്റ്റാർട്ട് ആവണില്ലടോ. അയ്യോ, കാലുമ്പോ കാലും കയറ്റിയിരിക്കാതെ ഇറങ്ങിയ വണ്ടി ഒന്നള്ളു. എന്നാ ഇറങ്ങാൻ സമയല്ല. എന്തൊരു കഷ്ട നോക്കണേ. അമ്മണി കുഞ്ഞ് വീട്ടിലേക്ക് പോ, അല്ലെങ്കിൽ കത്തി വീശും. ആണും പെണ്ണും കെട്ടവൻ, സ്നേഹമില്ലാത്ത ജന്തു. എനിക്ക് സ്നേഹമില്ലെന്ന് ആരാ പറഞ്ഞത്? അല്ലെങ്കിൽ ഞാൻ നേരത്തെ കത്തി വീശന. അയ്യോ വില കിട്ടി പോലെ കൈ. വണ്ടി എടുക്ക. വണ്ടി എടുക്കാൻ പറ്റില്ല. കേരള വണ്ടി സ്റ്റാർട്ട് ആവണില്ല. ജീവനോടെ പോല അവിടെ നിന്നോ. ഇന്ന് നിന്റെ അവസാനങ്ങളാ. ഞാൻ ഓടിയിട്ട് എത്തണില്ല. ഇത് വഴി കൂടുതലായോ? എന്തിനാ മോനെ? എന്താ മോനെ? ഞാൻ ഒന്ന് ഇപ്പൊ വരാം. ഒരു കാര്യം പറയാനാ. എന്ത് കാര്യമുണ്ട്? നമുക്ക് പിന്നെ സൗകര്യമായിട്ട് പറയാം. ഒരു മിനിറ്റ്. എന്താ മോനെ? അയ്യോ, നിന്നെ വേണ്ട. ഇത് മതി. എടാ തെണ്ടി, ദൈവം എന്റെ കൂടെയുണ്ട്. എടി, നിന്റെ ഒരു ഒളിച്ചോട്ടം ഈ തന്തയ്ക്ക് ഇത്രയും ബുദ്ധിയില്ലാന്ന് വിചാരിച്ചോടി. നടകൾ മാറി നിൽക്കാൻ. നീയാണ് ഇവളുടെ ഗുണകാംക്ഷ. അറിയാം, എനിക്കെല്ലാം എന്റെ മാനം നീ ശവം തിന്നുന്ന പട്ടിയുടെ മിണ്ടരുത്. ദ്രോഹി, അവള് നിനക്ക് എത്ര ചോറ് വിളമ്പി തന്നിട്ടുണ്ട്. ഇത്ര കഴിയാതെല്ലാം തികച്ചോ?
നിന്ന് കത്ത് കണ്ടു. ഇനി അതിൽ എണ്ണ ഒഴിക്കണ്ട. ചത്തോ? നീ ആരാടാ അത് ചോദിക്കാൻ? ചത്ത കുഴിച്ചിടും, എന്നിട്ട് അടിയന്തരത്തിന് വിളിക്കും. ഉള്ള സൗജന്യം വാങ്ങാൻ അപ്പ വരുന്നതല്ലടാ നല്ലത്. നീ പോടാ. പ്രായം കൊണ്ട് എന്റെ അച്ഛൻ നിങ്ങളെയൊക്കെ ചെറുപ്പമാ. ആദ്യം തർപ്പണം ചെയ്യേണ്ട അച്ഛനാ, അത് കഴിഞ്ഞേ അമ്മാവൻ വരൂ. അതാ കൈവയ്ക്കാത്തത്. എന്നെ നീ അധികം വിളയരുത് അമ്മാവാ. നിങ്ങളെ കൊണ്ട് ഒരടി മുന്നോട്ട് വെപ്പിക്കാതെ അമ്മിണിക്കുട്ടിയെ വീട്ടിലെത്തിക്കാൻ എനിക്കറിയാം. അവക്ക് എന്തെങ്കിലും സംഭവിച്ചാ അവളുടെ ദേഹ തുരിതരി മണ്ണ് വീണാ നിങ്ങൾ അഴിയണ്ണും, ഞാൻ എണ്ണിക്കും. വേലായുധം കുട്ടിക്ക് അമ്മണിയോട് സ്നേഹ, അമ്മണിക്ക് വേലായുധം കുട്ടിയോടും. എന്താ ഈ നാട്ടിൽ സ്നേഹിക്കാൻ പാടില്ലേ? ഈ ദുഷ്ടന് സ്നേഹത്തിന് വില അറിയാത്ത എന്താ ഞങ്ങളുടെ കുറ്റ? നിങ്ങളെ ഞാൻ പാടാ മോനെ, ഈ പഴട്ടയോടൊക്കെ സംസാരിച്ചിട്ട് എന്താ കാര്യം? കൊണ്ട് പോടാ. എന്റെ മോളെ കെട്ടാൻ ഒരു യോഗ്യം വന്നിരിക്കുന്നു. കാശിന് വകയില്ലാത്ത തെണ്ടി. അമ്മണിയെ കെട്ടിയ പിന്നെ സുഖായില്ലേ? ഇഷ്ടം പോലെ നിലം, ഇഷ്ടം പോലെ നാളികേരം, കേറി കിടക്കാൻ വീട്, കാര്യങ്ങൾ നോക്കാൻ കാര്യസ്ഥന്മാര്. കല്യാണം കഴിക്കുന്ന പെണ്ണിനെ പോറ്റാൻ അമ്മയുടെ കെട്ടുതാലി പണയം വെക്കേണ്ട ഗതിയേടാ നിനക്ക്. അത് തന്നെ ഉണ്ടോന്ന് ആർക്കറിയാം? നായർ അത് നേരത്തെ എടുത്ത് പണയം വെച്ചിട്ടുണ്ടെങ്കിലോ? ഞാൻ താലിയെ പണയം വെക്കൂ, നിന്റെ തന്തയെ പോലെ മറ്റൊന്നും പണയം വെക്കാറില്ല. തന്റെ മോനോട് ഒരു കത്തിയും വാങ്ങി പോയി ചെരക്കാൻ പറ. 2 ദിവസത്തേക്ക് ഈ താടി ഒന്ന് നീട്ടിക്കൊടുക്ക്, അവനൊന്ന് പഠിക്കാലോ. പോട്ടറാ, ഇതൊന്നും സാരമാക്കണ്ട. നീ ഒന്ന് കുളിച്ചാ മതി, ഇതൊക്കെ കഴുകി പോവും. പക്ഷെ അവനോ, വാടാ വരി. എനിക്ക് മടുത്തു പോയത്. ഈ കളി അവസാനം അമ്മണിക്കുട്ടിയെ കണ്ണീര് ഉടിപ്പിക്കുകയുള്ളൂ. ഈ പോയൊരു വക്കീലിലേക്കാണ്, എന്നിട്ടൊരു കേസ് കൊടുക്ക്. അമ്മണിക്കുട്ടിയെ മേനം തന്നെ കൊണ്ടുവന്ന് തരും. അറിയാഞ്ഞിട്ടല്ല, അവസാനം അമ്മാവനെ കോടതി കയറ്റി എന്നുള്ള പരാതിയെങ്കിലും ഒഴിവാക്കാനാ. ഒരു 5000 റുപ്യ കയ്യിലുണ്ട്. എന്തെങ്കിലും ഒന്ന് തുടങ്ങാന്ന് വെച്ചാ അതിനൊരു വഴി കാണുന്നില്ല. ഉബൈദിന്റെ കൂടെ ഞാനും കൂട്ടത്തെ. നമുക്ക് 2 സിന്ധി പശുക്കളെ വാങ്ങാം, ഒരു കൂട്ടുകൃഷി. ഈ വേണ്ടാത്ത ഹലാക്കൊന്നും ചെയ്യല്ലേ. നമ്മൾ തന്നെ ഇവിടെ ചാണകത്തിൽ മുങ്ങി കിടക്കുക. ഈ ബേജാറാവണ്ട, വഴിയുണ്ട്. ഈ ആളെ അനക്ക് ഓർമ്മയുണ്ടാ? ഇത് നമ്മുടെ കുഞ്ഞിക്കാരന്റെ അഡ്രസ് അല്ലേ? അതെ, എന്റെ അനിയൻ കുഞ്ഞിക്കാരന്റെ കർത്താവ്. അവനിപ്പോ പഴനിയില്ല. അവിടുന്ന് പണ്ടങ്ങാണ്ട് അവൻ എഴുതായത്. നിങ്ങളൊന്നും വലിയ ലോഹ്യത്തിലായിരുന്നില്ലേ? വേലാൻകുട്ടിക്ക് ഞാൻ ഒരു വഴി പറഞ്ഞു തരാം. എന്ത് വഴി? ഈ നേരെ പഴനി ചെല്ലണം, കുഞ്ഞിക്കാരനെ കാണണം, ഓനോട് കാര്യങ്ങൾ മുഴുവൻ പറയണം. ഓൻ നിനക്കൊരു പണിയാക്കി തരും, ഉറപ്പാ. ഞാൻ കുഞ്ഞിക്കാരനെ കണ്ടിട്ട് നാള് കുറയായി. അവൻ പഴനിയിലാണെന്ന് അറിഞ്ഞിട്ടും ഞാനിതുവരെ അവനൊരു കത്ത് പോലും അത് അയച്ചിട്ടില്ല. സാരമില്ലടൂ. ഈ സ്നേഹം എന്ന് പറയുന്നത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചാ. കൂടെ കൂടെ പുതുക്കാൻ ഉള്ള 5000 വെച്ച് ഇവിടെ വല്ല നക്കാപ്പിച്ച ബിസിനസ് തുടങ്ങിയ ആർക്കും, പ്രത്യേകിച്ച് കുടുംബക്കാർക്കും ഒരു വിലയുണ്ടാവില്ല. നേരെ മറിച്ച് 5000 കൊണ്ട് മറുനാട്ടിൽ പോ, കക്കൂസെങ്കിൽ കക്കൂസ് കഴി ജീവിക്ക്. എന്നിട്ട് ആണ്ടിരിക്കും 4 ദിവസം ലീവിന് പോവാ, ഷൈൻ ചെയ്യ്. ശങ്കരൻകുട്ടി മേനല്ല, ഓന്റെ ബാപ്പ വരെ എന്നോട് സലാം പറയും. അതാണ് മനുഷ്യൻ. ഒരു കാര്യം എനക്ക് ഉറപ്പാ, എന്റെ പോക്ക് വെറുതെ ആവില്ല. കുഞ്ഞിക്കാരൻ എന്നെ വലിയ ഇഷ്ടാ. ഓൻ അവിടെ ഒരു ലെതർ ഫാക്ടറി സൂപ്പർവൈസറാ. അതെനക്കറിയുമോ? ഞാൻ പോണെന്ന് തന്നെയാണ് ഉപയോഗ പറയുന്നത്. പോണം. ഇവിടെ നിന്ന് വിട്ടു നിൽക്കുന്നത് നല്ലതാ. പടച്ചവും കാക്കും. എന്തായാലും ഉബൈദ് പറഞ്ഞത് 100 വട്ടം ശരിയാ. വല്ലതും ചെറിയ തോതിൽ അന്യനാട്ടിൽ തുടങ്ങിയാല് അത് ചെറുതായാൽ തന്നെയും ആരും അറിയില്ല, ശല്യവും കുറഞ്ഞു കിട്ടും. അവന്റെ ലെതർ കമ്പനിയിൽ അവൻ നിനക്ക് ജോലി ശരിയാക്കി തരുമോ? ഒന്നും പറയാറായിട്ടില്ല അമ്മേ. ഉബൈദ് പറഞ്ഞപ്പോ അതിൽ കാര്യമുണ്ടെന്ന് തോന്നി. ഒത്ത ഒരു ജോലി, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏജൻസി. 5000 കയ്യിലുണ്ടല്ലോ, ബാക്കിയൊക്കെ കുഞ്ഞിക്കാരനെ കണ്ടിട്ട്. ലെതർ കമ്പനി ആവുമ്പോ സ്പോർട്സ് കോട്ട കാണും. കുഞ്ഞിക്കാരൻ നല്ല ഫുട്ബോൾ കളിക്കാരനായിരുന്നു. അവൻ ആ വഴിക്കായിരിക്കും അകത്ത് കടന്നത്. നീ നിന്റെ സർട്ടിഫിക്കറ്റുകളൊക്കെ എടുത്തിട്ടുണ്ടല്ലോ. അമ്മിണിക്കുട്ടിയെ പറ്റി ഓർത്ത് നീ വിഷമിക്കണ്ട. അവളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാനും വിലാസിനി ഉണ്ട് കൂടെ. നീ ധൈര്യമായിട്ട് പോ. നിന്നെ വിളിക്കുന്നത് പഴനി ആണ്ടവനാടാ.
കുഞ്ഞിക്കാതിരൊരു നിമിത്തം മാത്രം. നീ നന്നായി വരും, നന്നായി വരും. ഹര ഹരോ ഹര, ഹര ഹരോ ഹര. கூப்பிட்டீங்களா சார்? நான் தான் முருகன். உங்களுக்கு என்ன வேணும்? എനിക്ക് കുഞ്ഞിക്കാരനെ കാണണം. நீங்க எழுந்துருங்க சார். வாங்க வாங்க வாங்க. என்ன காதல் சொன்னீங்க நீங்க? കുഞ്ഞിക്കാതർ. குஞ்சு காதல். ஆம்பளையா பொம்பளையா? ആണെന്നേ. இந்த மாதிரி பேர்ல ஆம்பளைங்களுக்கு போடுமா சார்? குஞ்சு. അഡ്രസ് ഉണ്ട്. பரவாயில்ல, நீங்களே அப்படி சொல்லுங்க. PC കുഞ്ഞിക്കാതർ, 144A, നൽവാഴ്വ് തെരുവ്, പഴനി 14. வாங்க சார், வாங்க வாங்க, உட்காருங்க சார். കണ്ടുപിടിക്കല്ലേ? நீங்க தைரியமா இருங்க சார். அடுத்த 10 நிமிஷத்துக்குள்ள இந்த குஞ்சு காது நம்ம கையில அது இருக்கு. மதி. உட்காருங்க. வைரமணி, போலாமா கண்ணா? ஹே ஹே ஹே. இந்த அட்ரஸ் അഡ്രസ് ഇത് തന്നെയാ. എനിക്ക് ഉപയോഗിച്ച് തന്നല്ലേ? ஆமாமா, அட்ரஸ் இதுதான் சார். குஞ்சு காது இங்க தான் இருக்கும். இது செத்த தலைகீழ படி. തിരിച്ചു വായിക്കേ. நீங்களே படிங்க. പഴനി 14, சரி നൽവാഴ്വ് തെരുവ്, சரி 144A, சரி. PC കുഞ്ഞിക്കാതർ. அதுதான் நான் இல்ல. என் பேர் ராமசாமி. நான் எப்படி குஞ்சு கதராகிறது? ஒரு நிமிஷம் வெயிட் பண்ணுங்க, கேட்டு பாக்குறேன். സംശയിക്കാൻ ഒന്നുമില്ല. അഡ്രസ് ഇത് തന്നെയാ. பார்க்கலாம் சார், பார்க்கலாம். கண்டுபிடிச்சாச்சு. அவர் சீலாவதி லாட்ஜில் இருக்கார். இது அவரோட ஓல்டு ஹவுஸ். நான் இங்க புதுசு. அப்படி சொல்லுங்க சார். சீலாவதி லாட்ஜ் வந்து இங்க ரொம்ப ஃபேமஸ் சார். நீங்க வண்டியில இருக்க, நான் காட்டுறேன். നന്ദി എടുത്തോ. சரி. பத்துவா சார்? വൈരമണി, ശീലാവതി ലാഡ്ജടാ. കുഞ്ഞിക്കാതറോ? അതെ. ആ, അവനെ ഒന്ന് കണ്ടുകിട്ടാനാ ഞങ്ങൾ ഇരിക്കുന്നത്. കഴിഞ്ഞ 9 മാസത്തെ വാടക ബാക്കി വെച്ചിട്ടോ മുങ്ങിയത് കള്ളൻ. കള്ളൻ എന്ന് മാത്രം പറയരുത്. കുഞ്ഞിക്കാരനെ എനിക്കറിയാം. 1ാം ക്ലാസ് തൊട്ട് ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചവരാ. കള്ളന്മാരൊക്കെ എന്താ 1ാം ക്ലാസ്സിൽ പഠിച്ചൂടെ? നീ അവന്റെ ആരടാ? എടാ പോടാന്നുള്ള വിളിയൊക്കെ അങ്ങ് തറവാട്ടിച്ചെന്ന് വിളിച്ചാൽ മതി. എന്റെ അടുത്ത് വേണ്ട. ഞാനും ഈ പഴനിയില് 5 അല്ല, ഞാനും ഇവിടെ കിടന്ന് വിലസീതാ. മലയാളികളാണല്ലോ, മര്യാദക്കാരാണല്ലോ എന്ന് വിചാരിച്ച് ഇവിടെ ഒന്ന് ചോദിച്ചു. അറിയില്ല എന്ന് പറഞ്ഞാൽ പോരെ? അത്ര അത്യാവശ്യമാണെങ്കിലേ ആ ദുർഗ വർഷപ്പിച്ചെന്ന് അന്വേഷിക്ക്. അതായിരുന്നല്ലോ അവന്റെ സ്ഥിരം സ്ഥലം. അവിടെ നിന്നാണോ ലെതർ കമ്പനിലെ സൂപ്പർവൈസർ ആയത്? ചെന്ന് അന്വേഷിക്കടോ. എടാ പോടാന്ന് വിളിക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞു. എന്റെ സ്വഭാവം ചീത്തയാക്കരുത്. அப்படிங்க, நீங்க வாங்க. நீங்க வாங்க சார், நீங்க வாங்க. துர்கா ஒர்க் ஷாப் தானே? நீங்க வண்டியில இருங்க, நான் கொண்டு விடுறேன். ഈ വർഷാപ്പ് എവിടെയാണോ? பக்கத்துல தான். இங்க இந்த ஸ்ட்ரைட் போய் லெஃப்ட் கட் பண்ணினா தண்டாயுதமணி கோயில். அங்க இருந்து ரைட் சைடுல 3வது கேட். அவ்வளவுதான். சார் சார், நீங்க வண்டியில இருக்க சார், நான் கொண்டு காமிக்கிறேன். വേണ്ട, ഞാൻ തന്നെ കാമിച്ചോളാം. நீங்களே காமிக்கிறீங்களா? என்ன வைரமணி இது?